നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. അന്ത്യം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ. ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത പ്രതിഭയാണ് അദ്ദേഹം. 200-ലേറെ സിനിമകളിൽ അഭിനയിച്ചു. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് അന്ത്യമായത്. 1956 ഏപ്രിൽ 4 കൂത്തുപറമ്പ് പാട്യത്ത് ജനിച്ചു. സിനിമാ രംഗത്തേക്ക് ശ്രീനിവാസൻ പ്രവേശിക്കുന്നത് അഭിനയ ഡിപ്ലോമ കഴിഞ്ഞതിന് ശേഷം 1976 P.A. ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ്. ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീനിവാസൻ വിധിച്ചതും കൊതിച്ചതും, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, ഒരു മാടപ്രാവിൻ്റെ കഥ, KG ജോർജിൻ്റെ മേള എന്നീ ചിത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വേണ്ടിയും ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിൽ തമിഴ് നടൻ ത്യാഗരാജന് വേണ്ടിയും ശബ്ദം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുല്ലാങ്കുഴൽ എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിച്ച സാംബശിവന് ശബ്ദം നൽകിയതും ശ്രീനിവാസനായിരുന്നു. കുറച്ചു ചെറിയ വേഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസൻ 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയ്ക്ക് കഥ എഴുതി. പിന്നീട് തിരക്കഥാകൃത്തായും നടനായും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നു. ജീവിതത്തെ അതിൻ്റെ സമഗ്രതയിൽ അനുഭവിക്കുകയും ആ അനുഭവങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും അവയുടെ പ്രേരണയാൽ തൻ്റെ കലാസൃഷ്ടിയെ മൂർത്തമാക്കുകയുമായിരുന്നു ശ്രീനിവാസൻ. കൈപ്പേറിയ ബാല്യവും തിക്തമായ ജീവിത അനുഭവങ്ങളുമുള്ള എല്ലാവരും ജീവിതത്തിൻ്റെ അർത്ഥം അന്വേഷിക്കാൻ മെനക്കെടണമെന്നില്ല. എന്നാൽ ജീവിതത്തിൽ കഴിഞ്ഞുപോയതും ദൈനംദിനം അനുഭവവേദ്യമാവുന്നതുമായ പല രസങ്ങളിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നൈരന്തര്യത്തിൻ്റെ ഉള്ളിലേക്കിറങ്ങിച്ചെന്ന് ജീവിതത്തിൻ്റെ ഉപ്പിനെ, സത്യത്തെ തൊട്ടുകാണിക്കാനുള്ള എളിയ ശ്രമമെങ്കിലും നടത്തുന്നത് നല്ല ലക്ഷണമാണ്. അത് പ്രതീക്ഷയുടെ പുതുനാമ്പുകൾക്ക് ജീവൻ പകരുന്നുണ്ട്. ശ്രീനിവാസൻ തൻ്റെ സിനിമകളിലൂടെ ശ്രമിച്ചതും അതുതന്നെയാണ്. ജീവിതാനുഭവങ്ങളുടെ അലകടലിൽ നിന്ന് തിരയടിക്കുമ്പോഴാണ് ശ്രീനിവാസൻ്റെ ചിരികൾക്ക് ജീവനുണ്ടാവുന്നത്. ശ്രീനിവാസനിൽ ചിരിയില്ലാത്ത സംഭാഷണങ്ങളില്ല. ശ്രീനിവാസനെ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളിലും വിശകലനങ്ങളിലും വിമർശനങ്ങളിലുമൊക്കെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ തന്നെയാണുള്ളത്. ജീവിതത്തിലും നർമ്മത്തിൻ്റെ വേമ്പൊടി ചേർക്കാൻ ശ്രീനിവാസൻ മടിച്ചില്ല. പൊഴിഞ്ഞു വീഴുന്ന ചിരിക്കുന്നുകളുടെ ഉള്ളിലേക്ക് കാതോർക്കുമ്പോൾ പിന്നിട്ട വഴികളിൽ പെയ്തിറങ്ങിയ സങ്കട പെരുമഴയ്ക്ക് ശേഷമുള്ള മരപ്പെയ്ത്ത് കേൾക്കാം. അറിയാതെ തിരക്കഥാകൃത്താവുകയും അറിഞ്ഞ് സംവിധായകനാവുകയും അറിഞ്ഞ് അഭിനയിക്കുകയും ചെയ്ത ശ്രീനിവാസൻ മലയാളികളുടെ സിനിമാ കാഴ്ചകൾക്ക് ഏറെ രസം പകർന്നു. ജനപ്രിയ സിനിമ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന ചില പടപ്പുകൾ സിനിമയുടെ മൂല്യബോധത്തെ തന്നെ തകർത്തു കളയുന്നുണ്ട്. അത്തരം സിനിമാ ധാരണകളെ പൊളിച്ചെഴുതാനും അപനിർമ്മിക്കാനും ശ്രമിച്ച സിനിമാക്കാരനാണ് ശ്രീനിവാസൻ. ജനപ്രിയ സിനിമകളുടെ കളങ്കിത ഭാവങ്ങളെ പ്രതിരോധിക്കുകയും അവയുമായി സംഘർഷത്തിലേർപ്പെടുകയും ചെയ്തുകൊണ്ട് തൻ്റെ ജനപ്രിയ ബദലുകളിലൂടെ സിനിമയുടെ ശാക്തമായ ഒരു തലം പടുത്തുയർത്തി അദ്ദേഹം. സിനിമയുമായി ബന്ധപ്പെടുന്ന കലാകാരന്മാർ സമൂഹത്തിലെ പ്രശ്നങ്ങളോടും രാഷ്ട്രീയത്തോടുമൊക്കെ പുറംതിരിഞ്ഞു നിൽക്കണം എന്ന ആപ്തവാക്യവും ശ്രീനിവാസന് ബാധകമായില്ല. സിനിമക്കകത്തും പുറത്തുമുള്ള അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന സിനിമാ ലോകത്തിലെ ഈ വ്യത്യസ്തനായിരുന്നു ശ്രീനിവാസൻ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ